ഹലോ ഗായ്സ്, കുറച്ച് ദിവസം വീഡിയോ ഇടാത്തോണ്ട് കുറച്ച് എനർജി കൂടിയോന്ന് സംശയം. ഒരുങ്ങി കെട്ടി പോണ നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ സാറിന്റെ കല്യാണമാണ്. നിന്റെ വീട്ടിൽ വന്ന് തിന്ന് മുടിപ്പിക്കുന്നു വിചാരിച്ചിട്ട് ഞങ്ങളോട് റിസപ്ഷന് വന്നാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉച്ചക്കലത്തെ വയറ് കാലിയാക്കിട്ടാ പോയത്. അവിടെ കളി ഒരു ജ്വല്ലറി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മാലൊക്കെ എടുത്തിട്ടുണ്ട്. തീരുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടാണ് പോണിട്ടാ. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ ശിശു ബാഹുബലിയുടെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാ വന്നേക്കണ്. ഇവിടെ ശിവകാമി. അങ്ങനെ നമ്മൾ ഹോളെത്തിട്ടാ ആരംഭിക്കലാമാ. ഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഡ്രിങ്ക്സ് കുടിച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നേരില്ലാത്തോടത്ത് പൈപ്പിന്റെ ഓരോ വികൃതികളെ. അപ്പൊ ഞാൻ ഐഷയുടെ പൈപ്പിക്ക് ചാടി മാറി നിൽക്കുന്നുണ്ട്. ഇനി യുദ്ധം ആരംഭിക്കാം. വല ഐശ ശിശു ആയോണ്ട് ഒരു പൊടി ശിശു ആണെങ്കിൽ പൊറോട്ടയും പത്തിരിയും എല്ലാം പാത്രത്തിലാക്കിട്ട് ഇരിക്കുന്നത്. നമ്മള് ബിരിയാണി ആക്കി ഞാനും ഐശയും. എന്റെ തീറ്റയുടെ വേഗത എനർജിയും കണ്ടിട്ട് ഇനിയും വേണം ചോദിക്കിട്ട്. ബിരിയാണി അടിപൊളിയായിരുന്നെന്ന് നമുക്ക് ഐഷയുടെ പാത്രത്തേക്ക് നോക്കി അറിയാലേ. അടുത്തതായി നമുക്ക് കപ്പ തിന്നാം. കുറച്ച് മടിയുള്ളതുകൊണ്ട് ഐശയാണ് പറഞ്ഞ് ഫുഡൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത്. അന്ന് പറഞ്ഞപ്പോ അവർ ആദ്യം കൊണ്ടു വെച്ച് കപ്പ ഇരുന്ന് ശിശുവിന്റെ സൈഡിലാണ് ബീഫ് കറി ഇരിക്കുന്നത്. അവളോട് അതൊന്ന് ഒഴിച്ചരാൻ പറഞ്ഞപ്പോൾ അവൾ സ്ലോ മോഷൻ കളിക്കാതിരിക്കുക. അങ്ങോട്ട് മാറിക്ക്. ഒരു 10-15 മിനിറ്റ് എടുത്ത് ഒരു പീസ് അങ്ങോട്ട് കിട്ടാനായിട്ട്. ഇനി നമുക്ക് കപ്പയും ബീഫും ഒരുമിച്ച് കൂട്ടിക്കൊഴിച്ചെന്ന് തിന്നാം. അതും കൊള്ളാം. അതിന്റെ ഇടയ്ക്ക് ഐഷ പറയണ അവിടെ പാഴ്സൽ കൊടുക്കണ്ടെന്ന് തോണ്ടി വിളിച്ചോണ്ടിരിക്കുക. കോൺസെൻട്രേഷൻ കളയാനായിട്ട്. ബിരിയാണിയും കപ്പയും തിന്നപ്പോ തന്നെ വയറ് നിറഞ്ഞേ. അതുകൊണ്ട് ബാക്കിയുള്ളത് ഒതുക്കാൻ വയറില്ലാത്തോണ്ട് ഞാൻ ഈ സാലഡുമ്പോ പിടിച്ചിരുന്നു. സൈഡിലേക്ക് നോക്കിയപ്പോ ഐഷയോട് ഫോസിൽ ശേഖരിക്കുന്നു. സാലഡ് തീരെ കണ്ടിട്ട് അയാൾ ഒന്നും കൂടെ വന്നു. എന്നാ അതും കൂടെ ഒതുക്കാന്ന് ഞാൻ വിചാരിച്ച്. ഊണൊക്കെ കുഞ്ഞിയതായിരുന്നു. കുറച്ച് വലുതൊക്കെ വെക്കണ്ടേ. അതിലെ പയം നമുക്ക് കണ്ട് ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചു. മാങ്ങയും മുന്തിരിയൊക്കെ സെലക്ട് ചെയ്തെടുത്തു. അതൊക്കെ ഒതുക്കി വരികയായിരുന്നു. അപ്പോഴാണ് ആലോചിച്ചത് ചെക്കനെയും പെണ്ണിനെയും കണ്ടില്ല. യുദ്ധം തീരാൻ കുറച്ച് സമയം എടുത്തോണ്ടാണ്. അങ്ങനെ അതൊക്കെ ഒതുക്കി നമ്മൾ നേരെ പോയിട്ടാ ചെക്കനെയും പെണ്ണിന്റെ അടുത്തേക്ക്. ഇടയിൽ ഐഷ പറയുന്നുണ്ട് ഐസ്ക്രീം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടി ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന്. കഴിഞ്ഞു. ഇത് സർബത്ത. ഐസ്ക്രീം വാങ്ങിയപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.